മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി 831 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത്. മാനസ മനോജ് വിവരങ്ങൾ നൽകും. അസിത, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും പെൻഷൻകാരെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങും. അതോടൊപ്പം തന്നെ ഇതിനായി 831 കോടി രൂപ അനുവദിച്ചതായാണ് മന്ത്രി അറിയിച്ചത്. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുക. ഈ ഘട്ടത്തിൽ 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കുന്ന രീതിയിലുമാണ് പെൻഷൻ കൈമാറുക എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത് കേന്ദ്രം നൽകേണ്ട വിഹിതം കൂടി സംസ്ഥാനം മുൻകൂറായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് കുടിശ്ശിക, അതായത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിൽ ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകാനുള്ളത്. അത് ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാനുള്ള തീരുമാനം ഉണ്ട് എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെയാണ് ക്ഷേമനിധി ബോർഡിന്റെ അംഗങ്ങൾക്കും ഈ രീതിയിലുള്ള ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണവും നാളെ മുതൽ 31 വരെ നടക്കുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.